നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പെൺകുട്ടികളടക്കം മലയാള സിനിമയിൽ ചൂഷണത്തിനിരയാകുന്നുവെന്ന് ഗൗരവ സ്വഭാവമുള്ള വെളിപ്പെടുത്തൽ നടത്തിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ 4.5 വർഷമാണ് സർക്കാർ ഒന്നും ചെയ്യാതെ അതുമായി കുത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ ആക്ഷേപം ഉയരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ജസ്റ്റിസ് ഹേമയെ CPM പ്രതിക്കൂട്ടിലാക്കുകയാണ്. പോക്സോ കേസടക്കം രജിസ്റ്റർ ചെയ്യാവുന്ന മൊഴികൾ കിട്ടിയിട്ടും ന്യായാധിപയായ ഹേമ എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചില്ല എന്ന ആരോപണമാണ് CPM പുതുതായി ഉന്നയിക്കുന്നത്. ലൈംഗിക പീഡനത്തിനിരയായി സ്ത്രീകൾ മൊഴി നൽകിയപ്പോൾ അവരോട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകണമായിരുന്നു എന്നാണ് CPM പ്രതിനിധി അഡ്വക്കേറ്റ് അരുൺ കുമാർ ചാനൽ ചർച്ചയിലും മറ്റും പറയുന്നത്. അത് ചെയ്യാതിരുന്ന ജസ്റ്റിസ് ഹേമ തെറ്റ് ചെയ്തു എന്നാണ് വ്യാഖ്യാനം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനും റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കാൻ കാരണം പറഞ്ഞത് ഹേമ എഴുതിയ കത്താണെന്ന് പറഞ്ഞിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പലരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശങ്ങൾ ഉള്ളതിനാൽ പുറത്തുവിടാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജസ്റ്റിസ് ഹേമ തന്നെ സർക്കാരിന് 2022 ഫെബ്രുവരി 19 കത്ത് നൽകിയിരുന്നു. അന്നത്തെ സാംസ്കാരിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കാണ് ജസ്റ്റിസ് ഹേമ ഇത്തരത്തിൽ കത്ത് നൽകിയത്. തങ്ങളുടെ കമ്മിറ്റി മുമ്പാകെ സിനിമാ മേഖലയിലെ ചില വനിതകൾ നടത്തിയത് തികച്ചും രഹസ്യാത്മകമായ വെളിപ്പെടുത്തലുകളാണ്. അതിനാൽ യാതൊരു കാരണവശാലും താൻ അടങ്ങുന്ന കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല എന്ന് ജസ്റ്റിസ് ഹേമ കത്തിൽ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുവെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ഏതായാലും പിണറായി വിജയൻ ഇപ്പോൾ ജസ്റ്റിസ് ഹേമയെ പഴിചാരി രക്ഷപ്പെടാനുള്ള നീക്കമാണ് നടത്തുന്നതെന്ന് വ്യക്തം.